പൗലോസിന്റെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചെറിയ ചില ചിന്തകൾ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവ് ശരണപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ ചാപ്റ്റർ. ഞാൻ അന്ത്യോക്യ ചർച്ചിനെ കുറിച്ച് നിങ്ങളുടെ സൂം മീറ്റിംഗിൽ പ്രസംഗിച്ചിട്ടുള്ള ഞാൻ ഓർക്കുന്നുണ്ട്. അത് എനിക്കറിയാം. എന്നാൽ അന്ത്യോക്യ ചർച്ചിനെ കുറിച്ചല്ല. നോക്കി, അന്ത്യോക്യ ചർച്ചിനെ കുറിച്ചുള്ള 13-ാമത്തെ ചാപ്റ്റർ അപ്പോസ്തല പ്രവൃത്തിയിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. പൗലോസിന്റെ ലോകവ്യാപകമായ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഈ 13-ാമത്തെ ചാപ്റ്ററിലാണ്. 9-ാമത്തെ ചാപ്റ്ററിലാണ് പൗലോസിന്റെ വിളി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് അന്ത്യോക്യയിലെ ചർച്ചിലേക്ക് ബർന്നബാസ് പൗലോസിനെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നമ്മൾ അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 11-ാമത്തെ ചാപ്റ്ററിലുണ്ട്. അതിനുശേഷം അന്ത്യോക്യയിലെ ചർച്ച് സഭയിൽ ബർന്നബാസും പൗലോസൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്നതായ വേലയ്ക്കായിട്ട് വേർതിരിപ്പിരുന്ന് പരിശുദ്ധാത്മാ പറയുന്നത്. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസഭ അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അന്ത്യോക്യ ചർച്ച് പൗലോസിനെ എൻ്റെ 13-ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. എൻ്റെ 2, 3, 4 വാക്യങ്ങളൊക്കെയാണ്. 3-ാമത്തെ വാക്യം അവർ ചർച്ച വരെ പറഞ്ഞയച്ചു. നോക്കിയ 4-ാമത്തെ വാക്യം പരിശുദ്ധാത്മ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക്. അപ്പൊ പൗലോസിന്റെ വിളി, പൗലോസിന്റെ ലോകവ്യാപകമായ മിഷണറി പ്രവർത്തനം ആരംഭിക്കുക. റോമൻ വേൾഡിലൂടെ കർത്താവായ യേശുവിന്റെ സുവിശേഷമായിട്ട് അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്ത പൗലോസിന്റെ വിശാലമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെറുസലേം ചർച്ചിൽ നിന്നല്ല, അന്ത്യോക്യയിലെ സഭയിൽ നിന്നാണ്. അങ്ങനെ പോയ വഴിക്ക് നോക്കി എൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ അങ്ങനെയാണ്. പൗലോസും കൂടെയുള്ളവരും പംഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടു പിരിഞ്ഞു. മർക്കോസ് അല്ലെങ്കിൽ യോഹന്നാൻ അവർക്ക് ബർന്നബാസിന്റെയും പൗലോസിന്റെയും കൂടെ ഒരു അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം തിരിച്ച് തന്റെ സ്വദേശമായ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ നോക്കി. ഇത് സ്റ്റാർട്ട് ചെയ്ത ഒരു അന്ത്യോക്യയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ അന്ത്യോക്യ 13-1. എന്നാൽ ഇവിടെ ലൂക്കോസ് കൃത്യമായി അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് അത് വേറൊരു അന്ത്യോക്യാണ്. 13-1 കാണുന്ന സിറിയൻ ആന്റിയോക്കാണ്. എന്നാൽ ഇവിടെ തുർക്കിയിലുള്ള കുറച്ചും കൂടെ മാറിയുള്ള പിസിദ്യൻ അന്ത്യോക്യയിൽ ചേർന്നു. പിസിദ്യൻ അന്ത്യോക്യ അതുകൊണ്ട് കൃത്യമായിട്ട് ലൂക്കോസ് പറയാം. നോക്കണേ, അവര് അന്ത്യോക്യയിലെത്തി. ശബത്ത് നാളിൽ പള്ളിയിൽ പോയിരുന്നു. ഇത് മർത്തോമ പള്ളിയോ CSI പള്ളിയോ ഒന്നുമല്ല, യഹൂദന്മാരുടെ സിനഗോഗാണ്. പൗലോസിന് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പൗലോസിനുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചിട്ടാണ് പൗലോസ് അന്ത്യോക്യയിൽ നിന്നും മിഷനുമായിട്ട് പോകുന്നത്. എന്നാൽ അതുപോലെ തന്നെ പൗലോസിന് ചില സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. പൗലോസ് വളരെ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ജൂവിഷ് സിനഗോഗ്, അതിനെ പള്ളി എന്നാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു യഹൂദ സിനഗോഗ് ഉണ്ടെങ്കിൽ, നമുക്കറിയാം മട്ടാഞ്ചേരിയിലൊക്കെ ഒരു സിനഗോഗ് ഉണ്ട്. യഹൂദ സിനഗോഗ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രസംഗിക്കുക എന്നുള്ളതായ ഒരു രീതി പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കി, ഒരു യഹൂദന്മാരുടെ ശബത്ത് നാളിൽ പള്ളിയിൽ പോയിരുന്നു. സാറ്റർഡേ മോർണിംഗ് അവരുടെ ആരാധനയ്ക്ക് പോയിരുന്നു. നോക്കി, അടുത്ത് നോക്കണം, ന്യായപ്രമാണം പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ സിനഗോഗിലെ ആരാധന അങ്ങനെയായിരുന്നു. ആദ്യം അവര് മോശയുടെ പ്രമാണങ്ങൾ, ന്യായപ്രമാണം എന്നുള്ളൊരു ഭാഗം വായിക്കും. അതിനുശേഷം പ്രവചന പുസ്തകങ്ങൾ വായിക്കും. നമുക്കറിയാം യേശു നസ്രയത്തിലെ ദേവാലയത്തിൽ പോയപ്പോൾ യെശയ്യാവിന്റെ ചുരുള കർത്താവിന് കൊടുത്തത്. അത് ഓൾറെഡി ന്യായപ്രമാണം വായിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത റീഡിങ്. അപ്പം പൗലോസ് അവിടെ ഇരുന്നു. അതിനുശേഷം ഒരു സാംസ് ഒക്കെ പാടുക, പ്രാർത്ഥിക്കുക, ബെനഡിക്ഷൻസ് പറയുക. ഇതൊക്കെയാണ് സിനഗോഗ് വർഷിപ്പിന്റെ രീതികൾ. പിന്നെ അവിടെ ആരെങ്കിലും യഹൂദ റബിമാരുണ്ടെങ്കിൽ അവരുടെ ഇന്നൊരു നല്ല സെർമൺ കേൾക്കാം. നോക്കി, അവിടെ പള്ളിയിൽ പോയിരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണി അവരുടെ അടുക്കൽ ആളയച്ചു. പൗലോസിനെ കാണുമ്പോൾ തന്നെ ഒരു റബിയാന്ന് തോന്നിയേക്കാം. നമുക്കറിയാം റിജോയ്സ് മിനിസ്ട്രീസിന്റെ ചർച്ചിൽ ഫുൾ സ്ലീവ് ഷർട്ടും ക്ലീൻ ഷേവ്ഡ് ഫേസും ഒക്കെ ആയിട്ട് വന്നൊരു പാസ്റ്റർ ലുക്കുള്ള ആൾ വന്നിരുന്നാൽ സണ്ണി പാസ്റ്റർക്ക് ഫ്രണ്ടിൽ നിന്ന് മനസ്സിലാവും ഇദ്ദേഹം ഒരു ശുശ്രൂഷകനായിരിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം ആരാന്നറിയാനോ ശ്രമിക്കുന്നത് പോലെ ഇവിടെ നോക്കിയേ പള്ളി പ്രമാണികൾ, സിനഗോഗ് ലീഡേഴ്സ് അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം അല്ലെങ്കിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കൽ ഉണ്ടെങ്കിൽ പറയുവീൻ എന്ന് പറഞ്ഞു. നോക്കണം, അപ്പം പൗലോസിനെ കാണുമ്പോഴേ ഗമാലിയലിന്റെ കാൽക്കലൊക്കെ ഇരുന്ന് പഠിച്ച ഒരു റബായി ലുക്കുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പൗലോസിനെ അവിടെ ക്ഷണിക്കുകയാണ്. നോക്കണം, പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട്
ആംഗ്യം കാട്ടി. ദാറ്റ് മീൻസ് ഒരു അറ്റൻഷന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഓഡിയൻസിനെ ഒന്ന് സൈലൻസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ നോക്കണം. പൗലോസിന്റെ പ്രസംഗം ആരംഭിക്കുക അപ്പോസ്തലപ്രവൃത്തിയിലെ പൗലോസിന്റെ ഫസ്റ്റ് പ്രസംഗമാണ്. പത്രോസിന്റെ പ്രസംഗം 2-ാം അധ്യായത്തിലുണ്ട്. സ്തേഫാനോസിന്റെ പ്രസംഗം 7-ാം അധ്യായത്തിലുണ്ട്. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗമാണ്. ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ 2 കാറ്റഗറീസാണ്. ഒന്ന് ജൂയിഷ് പീപ്പിൾ, 2 ഗോഡ് ഫിയറേഴ്സ് അല്ലെങ്കിൽ ദൈവഭക്തന്മാരെന്ന്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നോക്കി, അതിന്റെ 26-ാമത്തെ വാക്യത്തിലുണ്ട്. അബ്രഹാം വംശത്തിലുള്ള മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരും. അപ്പൊ ഒന്ന് ബയോളജിക്കലി അബ്രഹാമിന്റെ മക്കളാണ്, മറ്റേത് ബയോളജിക്കൽ അല്ല, ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും യഹൂദ മതത്തിന്റെ അനുസാരികളായി തീർന്ന ആളുകളാണ്. യഹൂദ മതത്തിലെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിച്ചു വരുന്ന കൂട്ടരാണ്. അപ്പൊ സിനഗോഗിൽ പൗലോസ് പ്രസംഗിക്കുന്ന ഒരു കാരണം ഒരുപക്ഷെ അവിടെ യഹൂദന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് മാത്രമല്ല, മറ്റ് പല വിഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാരല്ലാത്തവര് ഈ ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിച്ചു വരുന്ന ഒരു വലിയ ഗ്രൂപ്പ് ആളുകളും ഈ സിനഗോഗിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസിന് യേശു കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ നല്ലൊരു ഓഡിയൻസിന് സിനഗോഗിൽ ലഭിക്കുമായിരുന്നു. ഓക്കെ, എന്നിട്ട് പൗലോസിന്റെ പ്രസംഗം അതിന്റെ 17 മുതൽ അങ്ങ് ആരംഭിക്കുകയാണ്. 17 മുതൽ ഓക്കെ. അവിടെ പൗലോസ് ഈ 17 മുതൽ ആരംഭിച്ചിട്ട് ആ ചാപ്റ്ററിന്റെ 41-ാമത്തെ വാക്യം വരെ അവിടുത്തെ അന്നത്തെ ആ സബത്തിലെ ഇവന്റ് നോക്കണം. 42-ാമത്തെ വാക്യം അവർ പള്ളി വിട്ടു പോകുമ്പോൾ. അപ്പം ഇത്രയും വാക്യങ്ങളിൽ പൗലോസിന്റെ ഒരു ചെറിയ പ്രസംഗമാണ്. ഇതെല്ലാം കൂടെ വായിച്ചു തീർക്കാൻ നമുക്ക് 2 മിനിറ്റ് മതി. നമുക്കറിയാം പൗലോസ് പ്രസംഗിച്ച 2 മിനിറ്റ് അല്ലായിരിക്കാം, ചിലപ്പോൾ 1 മണിക്കൂർ പ്രസംഗിച്ച് കാണാം, അല്ലെങ്കിൽ 1.5 മണിക്കൂർ പ്രസംഗിച്ച് കാണാം. അതിന്റെ ഒരു ജിസ്റ്റ് ആണ് ലൂക്കോസ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കണം, പൗലോസിന്റെ പ്രസംഗത്തിന്റെ ഒരു വലിയ ഒരു 50-1 100-1 ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഷോർട്ട് ലിസ്റ്റഡ് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് ഇങ്ങനെ നമ്മുടെ ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ നോക്കണം, ഇസ്രായേൽ ജനത്തിന്റെ നോക്കി അപ്പൊ പൗലോസിന്റെ പ്രസംഗം ആരംഭിക്കുക. ഞാൻ അതിനെ ഈ 17 മുതലുള്ള വാക്യങ്ങളെ നോക്കി, അതിന്റെ ഏകദേശം 25 വരെയുള്ള വാക്യങ്ങൾ ഒരു ഇസ്രായേലിന്റെ ചരിത്രമാണ്. അത് അബ്രഹാമിനെ കുറിച്ച് പേര് പറയുന്നില്ലെങ്കിലും പിതാക്കന്മാരെ കൊണ്ട് ആരംഭിക്കുകയാണ്. അതിങ്ങനെ ദാവീദിലേക്ക് വരുന്നു, ദാവീദിന് ശേഷം മശിഹായെ കുറിച്ച് പറയുന്നു, യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, ലോങ് ഹിസ്റ്ററി. ഒരു 2000 വർഷങ്ങളുടെ ചരിത്രം പൗലോസ് ഒരു 6-7 വാക്യങ്ങളിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. എന്നിട്ട് 26 മുതലുള്ള വാക്യങ്ങൾ 31 വരെ യേശു കർത്താവിന്റെ ക്രൂശ് പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ഒരു മെസ്സേജാണ്. അതിനുശേഷം അതിന്റെ 32 മുതൽ 41 വരെയുള്ളത് പുനരുദ്ധാനത്തിന്റെ പഴയ നിയമത്തിന്റെ ബേസിലുള്ള തെളിവുകളാണ്. നമുക്ക് ഈ സെക്ഷനെ 3 തിരിക്കാം. ഞാൻ അതിന്റെ 17 മുതൽ 26 വരെ ഉള്ള വാക്യങ്ങൾ, 25 വരെയുള്ള വാക്യങ്ങൾ ആ ഒരു ഹിസ്റ്ററിയാണ്. അതിനുശേഷം ക്രൂശും പുനരുദ്ധാനം, യേശുവിന്റെ ക്രൂശും പുനരുദ്ധാനത്തെ കുറിച്ചുള്ള മെസ്സേജാണ്. അതിന്റെ 31 വരെ, 32 മുതൽ 41 വരെ യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ തെളിവുകളാണ്. 3 സെക്ഷൻസ് ആണ്. നോക്കിയേ, 2000 വർഷങ്ങളുടെ ചരിത്രമാണ് ഈ 17 മുതലുള്ള വാക്യങ്ങൾ. അത് പൗലോസിന്റെ സെർമനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഓൾറെഡി പത്രോസിന്റെ സെർമൻ ആക്ട്സ് ചാപ്റ്റർ 2-ലുണ്ട്. സ്തേഫാനോസിന്റെ പ്രസംഗം ആക്ട്സ് ചാപ്റ്റർ 7-ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഇത് പൗലോസിന്റെ പ്രസംഗം. പൗലോസ് ഇങ്ങനെ ആരംഭിക്കുന്നത്, സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് യഹൂദന്മാരല്ലാത്തവരും ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിക്കുന്ന ജാതികളിൽ നിന്ന് വന്ന ആളുകളെല്ലാം കൂടെ സദസ്സിന്റെ തമ്മിൽ എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പൗലോസ് പ്രസംഗം ആരംഭിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനതയെ വർദ്ധിപ്പിച്ചു, ഭുജവീര്യം കൊണ്ട് അവരെ പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ 40 സംവത്സരത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവകാശമായി വിഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 480 സംവത്സരം കഴിഞ്ഞു. അതിനുശേഷം അവർക്ക് ശമൂവേൽ പ്രവാചകൻ വരെ ന്യായാധിപന്മാരെ കൊടുത്തു. അനന്തരം അവനൊരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടത്തെ കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. അവൻ ഇശായിയുടെ മകനായ ദാവീദ് എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. നോക്കണം, അപ്പൊ ഒരു ലോങ് ഹിസ്റ്ററി, 2000 വർഷങ്ങളുടെ ചരിത്രം ഒരു 2-3 സെന്റൻസിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയും. സോ ഇറ്റ്സ് വെരി ബുള്ളറ്റ് പോയിന്റ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വേണമെങ്കിൽ ഒരു
1000-ഓ 2000-ത്തിലൊന്നോ അല്ലെങ്കിൽ 10,000-ത്തിലൊന്നോ ആയിട്ട് ചുരുക്കിയിരിക്കുക ആ ലോ ഹിസ്റ്ററി. സ്റ്റീഫന്റെ പ്രസംഗം എടുത്താലും അറിയാം, സ്റ്റീഫന്റെ ആക്ട് ചാപ്റ്റർ 7-ലെ പ്രസംഗം ഹിസ്റ്ററി, യഹൂദന്റെ ചരിത്രം വിവരിക്കുക. ഇവിടെ യഹൂദന്റെ ചരിത്രമാണ് നോക്കി. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എങ്ങനെയാണ് ഞാൻ വായിക്കാം നോക്കി. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. നമ്പർ 1. നമ്പർ 2, പ്രവാസകാലത്ത് അവരെ വർദ്ധിപ്പിച്ചു. 3, ഭുജവീര്യം കൊണ്ട് അവരെ പുറപ്പെടുവിച്ചു. 4, മരുഭൂമിയിൽ 40 വർഷം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്തിലെ ജാതികളോടേക്ക് ദേശം അവർക്ക് വിഭജിച്ചു കൊടുത്തു. നോക്കണമേ, അവിടെ എല്ലാം ഇതിന്റെ വളരെ ക്ലിയർ പോയിന്റ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആരംഭിച്ചത് ദൈവമാണ്, കണ്ടിന്യൂ ചെയ്തതും ദൈവമാണ്, ഇതിനെ ഫിനിഷ് ചെയ്യുന്നതും ദൈവമാണ്. വളരെ ഗോഡ് ഫോക്കസ്ഡ് ആയ ഒരു സ്റ്റോറിയാണ്, ഗോഡ് ഫോക്കസ്ഡ് ആയ സ്റ്റോറിയാണ്. ഇതിനകത്ത് ഇസ്രായേലിന്റെ മിടുക്കോ അവരുടെ മെറിറ്റോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇറ്റ്സ് ഗോഡ്സ് ഇൻവോൾവ്മെന്റ്. ദൈവം അവരെ തെരഞ്ഞെടുത്തു, ദൈവം അവരെ വർദ്ധിപ്പിച്ചു, ദൈവം അവരെ പുറപ്പെടുവിച്ചു, ദൈവം അവരുടെ 40 വർഷം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്തെ അവർക്ക് വിഭജിച്ചു കൊടുത്തു. അതിനുശേഷം ശമൂവേൽ മുതലായ ന്യായാധിപന്മാരെ, പ്രവാചകന്മാരെ കൊടുത്തു. കീശിന്റെ മകനായ ശൗലിനെ കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി കൊടുത്തു. അവസാനം തന്റെ പുത്രനായ ദാവീദിന്റെ വംശാവലിയിൽ തന്റെ പുത്രനെ മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. 2000 വർഷങ്ങളുടെ ചരിത്രമാണ്. ഇതിനകത്തെല്ലാം പ്രൈം മൂവ് ചെയ്യുന്ന ദൈവമാണ്, പ്രൈം മൂവ് ചെയ്യുന്ന ദൈവമാണ്. നോക്കണം, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ പിസിദിയൻ അന്ത്യോക്യയിലെ സിനഗോഗിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ പൗലോസിന്റെ പ്രസംഗം അബ്രഹാമിന്റെ പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കി, ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ ഒരു വിഷയമാണ്. എലക്ഷൻ. 2 കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലേക്കോ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആവർത്തന പുസ്തകം 10-ന്റെ 15-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ, നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ട് അവൻ അവരുടെ സന്തതിയെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഒരു ബേസ് ഇവിടെ വരുന്നത് ഗോഡ്സ് ലവ്. 10-ന്റെ 15-ലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 10-ന്റെ 15-ലും എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി, അവരെ സ്നേഹിച്ചു. നോക്കണം, അപ്പൊ ദൈവത്തിന്റെ എലക്ഷൻ ഈസ് എ റിസൾട്ട് ഓഫ് ഗോഡ്സ് ലവ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ റിസൾട്ടാണ്. യോഹന്നാൻ 3-ന് പറയുന്നത്, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ എലക്ഷൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അബ്രഹാമിനോട് ദൈവത്തിന് പ്രീതി തോന്നി. ഞാൻ അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് മറിക്കുക. അത് സ്റ്റീഫന്റെ പ്രസംഗമാണ്. സ്റ്റീഫന്റെ പ്രസംഗത്തിലും ഹിസ്റ്ററി ഉണ്ട്. നോക്കി, അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ ചാപ്റ്റർ 1 മുതലുള്ള വാക്യങ്ങൾ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചാൽ അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം. That's also history, a historical beginning. No, here also it begins with Abraham. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. പൗലോസ് അബ്രഹാമിന്റെ സ്റ്റോറിയാ. അബ്രഹാമിന്റെ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. നോക്കി, ഇവിടെ പറയുന്നത് മെസപ്പൊട്ടോമിയയിൽ, ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊട്ടോമിയയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. നോക്കണം, ഇവിടെ മെസപ്പൊട്ടോമിയ എന്ന് പറയുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസിന്റെ ഒക്കെയുള്ള അതിന്റെ ഇടയിലുള്ള സ്ഥലമാണ് മെസോപ്പൊട്ടോമിയ. പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ റിവർ എന്നാണ്, മെസോ എന്ന് പറഞ്ഞാൽ മിഡിൽ. അപ്പം ഈ നദികളുടെ നടുവിൽ, അപ്പൊ അതിലെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മെസപ്പൊട്ടോമിയ. അവിടെ നോക്കണം, വിഗ്രഹാരാധികളുടെ നടുവിൽ മൂൺ ദൈവങ്ങളെയൊക്കെ ആരാധിച്ചു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ അബ്രഹാമിന്റെ മെറിറ്റ് കൊണ്ടൊന്നും അല്ല ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്. അവിടെ വരുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ഗ്രേസ് ആണ്. അബ്രഹാമിന്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിന്റെ ഇഷ്ടനിമിത്തം, ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ഗ്രേസുമാണ് തിരഞ്ഞെടുപ്പിൽ മുൻനിൽക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവ സ്നേഹം കൊണ്ട്, ദൈവത്തിന്റെ എലക്ഷൻ ഈസ് ഔട്ട് ഓഫ് ഗോഡ്സ് ലവ്. 2, മെറിറ്റ് കൊണ്ടല്ല, അബ്രഹാമിന്റെ മെറിറ്റ് കൊണ്ടല്ല. ഞാൻ നിങ്ങളുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. ന്യൂ ടെസ്റ്റ്മെന്റിലെ വലിയൊരു സ്കോളർ
കട്സൺ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഒരു രാവിലെ എഴുന്നേറ്റ് അബ്രഹാം കുളിച്ച് വേഷമൊക്കെ മാറി വളരെ ഭക്തിയോടെ വേദോസമൊക്കെ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ അബ്രഹാം തന്നെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നെ ഒന്ന് വിളിച്ചു, എന്നെ അനുഗ്രഹിക്കാമെങ്കിൽ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞിനെ തരാമെങ്കിൽ ഒരു വർദ്ധിച്ച് അതിനകത്തൂടെ ഒരു രക്ഷിതാവ് വരും, അങ്ങനെ ലോകം മുഴുവൻ ബ്ലസ് ചെയ്യപ്പെടും, എന്നെ ഒരു വലിയ ജാതിയാക്കാൻ. ഈ പോയിന്റ്സ് ഒന്നും അബ്രഹാം ദൈവത്തിന് പറഞ്ഞു കൊടുത്തതല്ല. ഇറ്റ് ഈസ് നോട്ട് എബ്രഹാംസ് പ്ലാൻ, ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിന്റെ സ്റ്റോറിയുടെ ഭാഗമാകാൻ വേണ്ടി കൃപയാൽ ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തിയായിരുന്നു അബ്രഹാം. ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ജനത്തിനെ ബിൽഡ് ചെയ്യുന്ന ദൈവത്തിന്റെ പ്രോജക്റ്റിന് വേണ്ടി കുഞ്ഞുങ്ങൾ ജനിക്കാത്ത, അതിന് സാധ്യതയില്ലാത്ത ഒരു സാറായി ഒരു അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗ്രേസ്. അതിന് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാവിലെ ഞാൻ അഡൽട്ട് സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചർച്ചില് അവിടെ മുമ്പിലിരുന്ന് അവരോട് പറഞ്ഞു, യഹൂദന്മാരുടെ ചരിത്രം, ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കാൻ പോവുക, ജൂയിഷ് ഹിസ്റ്ററി പുറകോട്ട് പരിശോധിച്ചു പോയാൽ എത്ര ലക്ഷം യഹൂദന്മാർ ഇപ്പൊ ഭൂമിയുടെ മേലുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര പേരോട് ജീവിച്ചു എന്ന് ചോദിച്ചാൽ കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചു, നമുക്കറിയത്തില്ല. എന്നാൽ ഇവിടെ എല്ലാം ചരിത്രം പരിശോധിച്ച് പുറകോട്ട് പോയാൽ അബ്രഹാമിന്റെയും സാറായുടെയും വീട്ടിലെത്തും. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഇതാണ്: ഇനി യാതൊരു സാധ്യതയില്ല. കാരണം 100 വയസ്സുള്ള അബ്രഹാമും 90 വയസ്സുള്ള സാറയും, സാറയ്ക്ക് മകനുണ്ടാകും എന്ന് പറഞ്ഞപ്പോ അബ്രഹാം കമണ്ണ് വീണ് ചിരിച്ചെന്നാ പറഞ്ഞത്. കാരണം ഈ പറയുന്ന ദൈവത്തിന് ഒന്നും അറിയത്തില്ല, ഞങ്ങളുടെ സാഹചര്യം ഒന്നും അറിയാതെ ആ ദൈവം സംസാരിക്കുന്നത്. പിന്നെ അബ്രഹാം വെച്ചൊരു പരിപാടിയുണ്ട്. അബ്രഹാം പറഞ്ഞു, ഇസ്മായിൽ ജീവിച്ചിരുന്നാൽ മതി, കർത്താവേ നിന്റെ പ്രോജക്റ്റ് ഒന്നും വേണ്ട, എൻ്റെ ഒരു കൊച്ചു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റ് ഇസ്മായിലിന്റെ പ്രോജക്റ്റ് ആണ്, അപ്പൊ ഈ ഇസ്മായിലിന്റെ പ്രോജക്റ്റ് മതി എന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഇസ്മായിലിന്റെ പ്രോജക്റ്റ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ, അതിനൊക്കെ ഞാൻ ബ്ലസ് ചെയ്യും, പക്ഷെ എനിക്ക് സാറായിൽ കൂടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ നോക്കണം, ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത്, വലിയ മെറിറ്റ് ഒന്നും ഇല്ലാതിരുന്നപ്പോൾ, മെസപ്പട്ടോമിയയിലായിരുന്നപ്പോൾ, നോക്കണം, സ്റ്റീഫന്റെ പ്രസംഗത്തിൽ പറഞ്ഞ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് എത്ര ബ്യൂട്ടിഫുൾ ആയ വാക്യമാണെന്ന് നോക്കി. ഗോഡ് ഓഫ് ഗ്ലോറി അപ്പിയർഡ് ടു എബ്രഹാം. അത് അശരീരി കേട്ടിറങ്ങിയതോ, അല്ലെങ്കിൽ സ്വപ്നം കണ്ടിറങ്ങിയതോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ടോർച്ച് അടിക്കുന്നത് രാത്രി കണ്ടത് കൊണ്ട് സുവിശേഷം അടിച്ചിറങ്ങിയതൊന്നും അല്ല. കൃത്യമായിട്ടും അബ്രഹാം ദൈവത്തിന്റെ മുഖം കണ്ട്, ദൈവ തേജസ് കണ്ട്, ഫേസ് ടു ഫേസ് കണ്ട് വിളിച്ചത് കൊണ്ടാണ് ഈ തന്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും പ്രതിഭവനത്തെ എല്ലാം വിട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്തതിന്റെ കാരണം, തേജസിന്റെ കർത്താവ് താനീ സേവിച്ചു വന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, ഈ കല്ലിന്റെയും മണ്ണിന്റെയും ഒക്കെ നടുവിൽ നിന്നും ഈ നശ്വരമായ ഈ ചെറിയ ബിസിനസ് എല്ലാം ഉപേക്ഷിച്ചിട്ട് അബ്രഹാം ദൈവത്തിന്റെ പുറകെ റിസ്ക് ആയിട്ട് ഇറങ്ങി തിരിച്ചതിന്റെ കാരണം തേജസ്സിന്റെ കർത്താവിന്റെ മുഖം കണ്ടതുകൊണ്ട്. ഞാൻ വിചാരിക്കുന്ന രാത്രിയിലും നമ്മുടെ സ്റ്റോറി ഒട്ടും ഡിഫറെന്റ് ആണ്. നമ്മുടെ സ്റ്റോറിയും ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോറിയുടെ തുടക്കം. ദൈവത്തിന്റെ സ്നേഹം മറ്റു പലർക്കും ലഭിക്കാത്ത, മറ്റു പലർക്കും അനുഭവിക്കാൻ കഴിയാതിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടി വന്നു, നമ്മുടെ കുടുംബത്തെ തേടി വന്നു, നമ്മുടെ സ്റ്റോറിയിൽ ഒരു ചേഞ്ച് കർത്താവ് തന്നു. അത് മാത്രമല്ല, ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗ്രേസ്. നമ്മുടെ മെറിറ്റ് കൊണ്ടൊന്നുമല്ല അബ്രഹാമിനെ തെരഞ്ഞെടുത്ത ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. ഇറ്റ്സ് ഔട്ട് ഓഫ് ഗ്രേസ്. നമ്മൾ പാപികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ, ദൂരസ്ഥരായിരുന്നപ്പോൾ, നമ്മൾ ദൈവത്തിന്റെ ശത്രുപാളയത്തിലായിരുന്നപ്പോൾ, നമ്മൾ അയോഗ്യരായിരുന്നപ്പോൾ, അത് കണക്കിടാതെ ദൈവം നമ്മളെ സ്നേഹിക്കുവാനിടയായിട്ടുണ്ട്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി കർത്താവിനൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ എലക്ഷനെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നോക്കി. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ വേണ്ടി ഞാൻ എഫേസ്യ ലേഖനത്തിലേക്ക് പേജുകൾ മറക്കി. എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വായിക്കുന്നു. എഫേസ്യർ 2:8. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കി, ഇറ്റ് ഈസ് ഗ്രേസ്. ഗ്രേസ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കി, അതിന് നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ വീട്ടുപേര് കാരണമല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാരണമല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കാരണമല്ല, നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് കാരണമല്ല, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട് കാരണമല്ല, നിങ്ങളുടെ റിലേഷൻസോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കാരണമല്ല, നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. നോക്കണം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്നാ പൗലോസ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്ന് രാത്രി റിജോയ്സ് ഫെലോഷിപ്പില്
ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ ദൈവത്തിന്റെ കൃപയാല് അബ്രഹാമിനെയും ദാവീദിനെയും ഇസ്രായേലിലേക്ക് തിരഞ്ഞെടുത്തതുപോലെ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ വരുമ്പോഴാണ് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കാനിടയെ. നോക്കി അവിടെ പറയുന്നത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. നോക്കിയാൽ ഞാൻ റോമാലേഖനത്തിലേക്ക് ഒന്ന് തിരിയുക. 4-ാമത്തെ ചാപ്റ്റർ റോമാലേഖനം 4-ാമത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് തിരിയുക. റോമാലേഖനം 4-ാമത്തെ ചാപ്റ്ററിൽ പൗലോസ് പറയുന്നത് റോമൻസ് 4 ഇങ്ങനെ പറയുന്നു. അബ്രഹാമിന്റെ സ്റ്റോറി പറയുക. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു നിങ്ങൾ പറയുന്നുണ്ടോ? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ അവനെ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ അവന് എന്നാൽ തിരുവെഴുത്ത് എന്ന് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നോക്കി, അതവന് നീതിയായി. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുന്ന. അതിന്റെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് നാം വരുമ്പോൾ അതിന്റെ 3-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ 27-ാമത്തെ വാക്യം. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസ മാർഗത്താൽ. അപ്പൊ നോക്കണം, കർമ്മമാർഗത്താൽ ആണെങ്കിൽ പ്രശംസിപ്പാൻ വകയുണ്ട്. എന്നാൽ ഇത് വിശ്വാസ മാർഗത്താല, ബൈ ഫെയ്ത്ത്. ദൈവത്തിന്റെ എലക്ഷൻ ഇസ് an out of grace. ദൈവത്തിന്റെ സ്നേഹ നിമിത്തം, ദൈവത്തിന്റെ കൃപ നിമിത്തം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ, തേജോമയനായ ദൈവം മെസൊപ്പൊട്ടേമിയയിൽ അബ്രഹാമിന് ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ട് വിശ്വസിച്ച് അബ്രഹാം ഇറങ്ങി തിരിക്കുമ്പോൾ, ഇറ്റ്സ് ബൈ ഫെയ്ത്ത്, ഇറ്റ്സ് ബൈ ഗ്രേസ്, ഇറ്റ്സ് an act of love. അതുകൊണ്ട് ഇന്ന് രാത്രി റിജോയ്സുകാർക്ക് ഇതൊക്കെ തന്നെ നമ്മുടെ സ്റ്റോറി. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ മെറിറ്റ് കൊണ്ട് അനേകർക്ക് ലഭിക്കാത്ത ഒരു വലിയ ബ്ലെസ്സിങ് നമുക്ക് കർത്താവ് തന്റെ കൃപയാൽ യേശു കർത്താവിനെ തകർത്ത് കളഞ്ഞ് നമുക്ക് നൽകി തരുവാനിടയായി തീർന്നു. അതാണ് ശരിക്കും നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയേണ്ട ഒരു കാരണം. ഹല്ലേലൂയ. നോക്കി, ആ പൗലോസിന്റെ പ്രസംഗം, പൗലോസ് പ്രസംഗിക്കുന്ന ഒരു പോയിന്റേ ഉള്ളത്. ഞാൻ അതിനൊന്ന് വിശദീകരിച്ച് മുന്നോട്ട് പോവുക. നോക്കി, ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. മിസ്രൈം ദേശത്തിലെ പ്രവാസ കാലത്ത് അവരെ വർദ്ധിപ്പിച്ചു. നമുക്ക് ഈ സ്റ്റോറി അറിയാം. ഇവിടെ പൗലോസ് പറയാ, തെരഞ്ഞെടുക്കുക മാത്രമല്ല, ഈജിപ്തിൽ അവര് അടിമകളായിരുന്ന അടിമ വീടായ മിസ്രൈമിൽ ദൈവം തന്റെ ജനത്തെ വർദ്ധിപ്പിച്ചു. നമുക്കറിയാം സ്റ്റോറി, ജോസഫിന്റെ സ്റ്റോറി നമുക്കറിയാം. ജോസഫ് മിസ്രൈമിലേക്ക് പോയി. അതിനുശേഷം 70 ആളുകൾ, ഈ യാക്കോബിന്റെ പുത്രന്മാർ, യാക്കോബ് ഉൾപ്പെടെ മിസ്രൈമിലേക്ക് പോയി. എന്നാൽ ആ ദേശത്ത് ദൈവം അവരെ വർദ്ധിപ്പിച്ചു. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് മാറി. അവരെ ജനത്തെ ഉപദ്രവിക്കാനും കഠിന വേലകൾ ചെയ്യിക്കാനും തുടങ്ങി. എന്നാൽ ആ ഉപദ്രവിക്കും തോറും, പുറപ്പാട് 1-ാമത്തെ ചാപ്റ്ററിലേക്ക് നാം മറിക്കുമ്പോൾ, അവരുടെ സകല ക്രൈസിസിന്റെ നടുവിൽ, ചാപ്റ്റർ 1 ഓഫ് എക്സോഡസ്, ജോസഫിനെ അറിയാത്ത, നോക്കിയേ അതിന്റെ 7-8-ാമത്തെ വാക്യം. അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയ രാജാവ് മിസ്രൈമിലുണ്ടായി. ജോസഫിന്റെ സ്റ്റോറിയെ കുറിച്ച്, ജോസഫിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് അറിയാത്ത കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ വേറൊരു രാജാവുണ്ടായി. അവര് രാഷ്ട്രീയപരമായി ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ ജനത്തോട് പെരുമാറി. അങ്ങനെ ഉണ്ട് അവിടെ. നോക്കിയ 10-ാമത്തെ വാക്യമാണ്. അതിന്റെ നാം അവരുടെ ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിന വേല ജയിച്ച് പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. പീതോം റമസോസ് എന്നീ സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു. എന്നാൽ പീഡിപ്പിക്കും തോറും ജനം പെരുകി. പൗലോസ് പറയുന്ന കറക്റ്റാ. പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഈ എക്സോഡസിൽ നിന്നാണ്. നോക്കി, പീഡിപ്പിക്കും തോറും, കൈപ്പായ തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവർ പേടിച്ചു. കഠിന വേല ജയിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരുടെ ജീവനെ കൈപ്പാക്കി. പിന്നെ മിസ്രൈം രാജാവ് ചെയ്തത് 2 സൂതി കർമ്മിണികളെ കുഞ്ഞുങ്ങളെ, ആൺപൈതങ്ങളെ എല്ലാം നദിയിലെറിഞ്ഞു കൊല്ലണം എന്ന് കൽപ്പന കൊടുത്തു. ഒരു കാരണവശാലും ഇവർ വർദ്ധിക്കാൻ പാടില്ല. ദൈവത്തിന്റെ പ്രോഗ്രാം ഇവർ വർദ്ധിക്കണമെന്നുള്ളത്. അപ്പോൾ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മെഡിക്കൽ പരമായിട്ടും എല്ലാം ഈ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഫറവോന്റെ പ്രോജക്ട്സ് ആയിരുന്നു. എന്നാൽ അതിന്റെ നടുവിലും ജനം വർദ്ധിച്ചു പെരുകി. ഞാനിത് വായിക്കും, പലപ്പോഴും ചിന്തിക്കും, എല്ലാ കുഞ്ഞുങ്ങളെയും ആൺപൈതങ്ങളെല്ലാം നദിയിൽ എറിഞ്ഞ് കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച അതേ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത്
മോശയെ വളർത്തുവാൻ തക്കവണ്ണം കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുമ്പോൾ എത്ര ഉന്നതനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുക. നോക്കണം, കൽപ്പന പുറപ്പെടുവിച്ച ഫറവോന്റെ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ ഒരു എബ്രായ പൈതലിനെ ആ കൊട്ടാരത്തിനകത്ത് വളർത്താൻ തക്കവണ്ണം ദൈവത്തിന്റെ ഇടപെടലൊക്കെ എത്ര എത്ര ശക്തമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നോക്കണം, അത്ഭുതകരമായ ജനത്തെ ദൈവം വർദ്ധിപ്പിച്ചു. നോക്കണം, ഇവിടെ പൗലോസിന്റെ പ്രസംഗമാണ്. മിസ്രൈം ദേശത്തിലെ പ്രവാസ കാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. കർത്താവ് പറഞ്ഞാൽ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഒക്കെ നടുവിലും വളരുമാറാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിന്റെ പ്രോജക്ട്സിനെ, ദൈവം നട്ടതിനെ, ദൈവത്തിന്റെ പ്ലാനിനെ തകർക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ എത്ര സ്ട്രോങ് ആയിരുന്നാലും ആ സംവിധാനങ്ങളുടെ എല്ലാ നടുവിലും തന്റെ ജനത്തെ അനുഗ്രഹിപ്പാനും അവരെ നടത്തുവാനും അവർക്ക് വേണ്ടി കരുതുവാനും അവർക്ക് വേണ്ടി വാതിൽ തുറക്കാനും വഴി തുറക്കാനും അവരെ ബ്ലസ് ചെയ്യുവാനും ഒക്കെ ദൈവം വിശ്വസ്തനാണെന്ന് ഈ പാസേജ് നമ്മളോട് പറയുക. നോക്കണം, ദൈവത്തിന്റെ ഒരു പ്രോജക്റ്റ്, ദൈവത്തിന്റെ പ്ലാനിനെതിരെയായിരിക്കും എപ്പോഴും ഒരു ഫൈറ്റ് ഉണ്ടാവുന്നത്. ദൈവത്തിന്റെ പ്ലാനിൽ ദൈവം വളരണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവം ഒന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രോത്ത് വിഭാവനം ചെയ്യുന്ന, ഫ്ലറിഷിംഗ് വിഭാവനം ചെയ്യുമ്പോഴാണ് അതിനെതിരെയാണ് മറ്റ് പല സംവിധാനങ്ങളിലൂടെ, പല മുഖാന്തരങ്ങളിലൂടെ ഒക്കെ ഒരുപക്ഷെ ശത്രുവിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് വന്നേക്കൽ. അതിന്റെ നടുവിലൊക്കെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിന്റെ പ്ലാനിനകത്തുള്ള തന്റെ ജനത്തെ വർദ്ധിപ്പിക്കുവാനും അവരെ നടത്തുവാനും ഒക്കെ ദൈവം വിശ്വസ്തനാണ്. പല പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റുണ്ട്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവം അത്രേ വലുതെന്ന് പറയുന്നത്. ഏത് സാഹചര്യ നടുവിലും നമ്മളെ നിലനിർത്താനും നമുക്ക് വേണ്ടി കരുതുവാനും നമ്മളെ പ്രൊവൈഡ് ചെയ്യുവാനൊക്കെ ദൈവം വിശ്വസ്തനാണെന്ന് ഈ പാസേജ് നമ്മോട് പറയുക. നോക്കി, അതിന്റെ അടുത്ത ഭാഗത്താണ്, ജനത്തെ വർദ്ധിപ്പിച്ചു, ഭുജവീര്യം കൊണ്ട് അവരെ പുറപ്പെടുവിച്ചു. ഒരിക്കലും ഇവർക്ക് സ്വന്തമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റത്തില്ലായിരുന്നു. ഈജിപ്റ്റ് അന്നത്തെ പവർഫുൾ ആയ ഒരു നേഷൻ ആയിരുന്നു മിസ്രൈം. അവിടെ നിന്നും ഇവിടെ പൗലോസ് പറയാ, അവരെ പുറപ്പെടുവിച്ചത് ഭുജവീര്യം കൊണ്ടാണ്. മോശയും അഹരോനെയൊക്കെ അയച്ച് അവർ പ്രസംഗിച്ചെങ്കിലും ആ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം ഫറവോൻ ജനത്തെ വിട്ടയച്ചില്ല. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഫറവോൻ അവരെ കൂടുതൽ ഹാർഷായിട്ട് ട്രീറ്റ് ചെയ്തു. ദൈവം തന്റെ മഹത്വം മിസ്രൈമിൽ വെളിപ്പെടുത്തി, തന്റെ ഭുജബലം കൊണ്ട് അവരെ വിടുവിച്ചത്. നൈൽ നദിയിലെ വെള്ളത്തെ രക്തമാക്കി തീർത്തു. 10 ബാധകൾ കൊണ്ട് ദൈവം അവരെ സന്ദർശിച്ചു. സംഹാരദൂതൻ മിസ്രൈമിലേക്ക് ശക്തമായി അവരുടെ ആദിജാതന്മാരെല്ലാം കൊല്ലപ്പെടുന്ന ഒരു രാത്രി മിസ്രൈമിൽ ഉണ്ടായി. ഗോശൻ ദേശത്തിനും ഈജിപ്തിനും തമ്മിൽ ദൈവം വേർതിരിച്ചു. ഒരു സ്ഥലത്ത് രാത്രിയായിരിക്കും, മറ്റു സ്ഥലത്ത് പകലാക്കി കൊടുത്തു. ദൈവത്തിന്റെ ശക്തിയുള്ള കരം മോശയിലൂടെയും അഹരോനിലൂടെയും ദൈവം വെളിപ്പെടുത്തി. ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്തും പലപ്പോഴും ഈ ഒരു പാസേജിനകത്ത് പലപ്പോഴും നോക്കി. ഞാൻ 11-ാമത്തെ ചാപ്റ്ററിലേക്ക് ഒന്ന് മറിക്കുക. 11-ാമത്തെ ചാപ്റ്ററിൽ നോക്കി, 19 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി 11:19 മുതൽ, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവ ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോട് വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയാറെ യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അടുത്ത വാക്യം നോക്കി. അടുത്ത വാക്യം 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, കർത്താവിന്റെ കൈ അവരോട് കൂടി ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദാറ്റ് മീൻ ബൈ കർത്താവിന്റെ കൈ? അന്ത്യോക്യയിൽ പോയി പ്രസംഗിച്ച ആ ജനത്തോടുകൂടെ അവരുടെ മാംസലമായ കരങ്ങളോടുകൂടെ, അവരുടെ ബലഹീനമായ കരങ്ങളോടുകൂടെ ലൂക്കോസ് എഴുതും പറയാണ്, ലൂക്കോസിന്റെ ഭാഷയാ, കർത്താവിന്റെ കൈ അവരോടുകൂടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, മോശയും അഹരോനും ഈജിപ്തിലേക്ക് പോയപ്പോൾ ദൈവം അവരോട് പറഞ്ഞത് ഒരു ഉണങ്ങിയ വടിയും കൂടെ എടുത്തോണ്ടാ പോയത്. ചെങ്കടലിന്റെ മുമ്പിൽ ദിവസങ്ങളോളം ഈ വടി നീട്ടി മോശ പിടിച്ചാലും ചെങ്കടലിനൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ മോശയുടെ ബലഹീന കരത്തോടുകൂടെ ദൈവത്തിന്റെ കരം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് ചെങ്കടൽ വിഭജിക്കപ്പെടുവാനിടയായത്. മിസ്രൈമിൽ നിന്നും മോശയുടെ കരബലം കൊണ്ടല്ല ഇസ്രായേൽ മക്കൾ വിമോചിക്കപ്പെട്ടത്. മോശയെ ഉപയോഗിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭുജബലം കൊണ്ടാണ് ദൈവം അവരെ വിടുവിക്കുവാനിടയായി തീർന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറയാ, കർത്താവിന്റെ കൈ അവരോടുകൂടി ഉണ്ടായിരുന്നു. നോക്കണമേ, നമ്മുടെ ചർച്ചിന്റെ പണിയിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചെറിയ കരങ്ങളോടുകൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ ശക്തിയുള്ള കരം ദൈവദാസന്മാരുടെ കരങ്ങളോടുകൂടെ വ്യാപരിക്കുമ്പോഴാണ് അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടുന്നത്, അത്ഭുതകരമായി വളർച്ചകൾ ഉണ്ടാകുന്നത്, ഉണർവുകൾ സംഭവിക്കുന്നത്, ജനം കൂട്ടമായി വിടുവിക്കപ്പെടുന്നത് ദൈവം പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ്. നമുക്ക് ആരെ രക്ഷിക്കപ്പെടുത്താൻ പറ്റത്തില്ല സുവിശേഷം പ്രസംഗിക്കാൻ. എന്നാൽ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ശക്തമായി അറിയിക്കപ്പെടുമ്പോൾ
അതിന്റെ മധ്യത്തിൽ വചനത്തോട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ആളുകളെ ലിബറേറ്റ് ചെയ്യുവാനിടയായിത്തീരുന്നത്. ഇങ്ങനെ ഈ പൗലോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊലോഷ്യർ 1:18 ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച്, മിസ്രൈമിന്റെ വിടുവിച്ച് അതേ ഭാഷ ഉപയോഗിക്കുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച്. ആ വിടുതൽ ദൈവത്തിന്റെ ശക്തിയുള്ള കരം കൊണ്ടുള്ള വിടുതലാണ്. നമ്മളും പാരമ്പര്യങ്ങളുടെ ട്രഡീഷൻസിന്റെ ഒക്കെ അടിമകളായിരുന്നു. അതിനകത്ത് നമ്മളെ പുറത്തേക്ക് വിടാതെ വണ്ണം നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം ഇടപെട്ടപ്പോൾ, ശക്തമായി ദൈവത്തിന്റെ വചനം മുഴങ്ങിയപ്പോൾ, വചനമായി മാത്രമല്ല വചനത്തോട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തമായി നമ്മുടെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നമുക്ക് വിടുതൽ ഉണ്ടാകുവാനിടയായത്. നമുക്കും ഒരു എക്സോഡസ് ഉണ്ടായത്. നാമും ദൈവത്തെ സേവിക്കാൻ, ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിടയായത് ദൈവത്തിന്റെ ഭുജബലം കൊണ്ടാണ് തിരിച്ചത്. ഈ പ്രസംഗത്തിന്റെ ഒരു കണ്ടന്റ് ഇതാണ്. പൗലോസ് പറയാ, ഈ ജനത്തിന്റെ മിടുക്കൊണ്ടോ അവരുടെ ശേഷി കൊണ്ടോ അവരുടെ ബലം കൊണ്ടോ അവരുടെ സംവിധാനങ്ങൾ കൊണ്ടൊന്നും അല്ല അവർക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിഞ്ഞത്, മറിച്ച് ദൈവം ശക്തമായി അവർക്ക് വേണ്ടി ഇടപെട്ടത് കൊണ്ടാണ്. ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവഹിത പ്രകാരമുള്ള വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം പ്രവർത്തിക്കുമ്പോൾ, തന്റെ കരം, തേജസ്സിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുമ്പോൾ, അത്ഭുതകരമായി ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കുവാനിടയായി. നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിശയകരമായി നമ്മളെ നടത്തുവാൻ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നവരോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് ദിവസം ഒരു വാക്യമുണ്ട്, റഫീദീമിൽ വെച്ച് 17ാമത്തെ ചാപ്റ്റർ, റഫീദീമിൽ വെച്ച് അമാലേക്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അമാലേക്യർ, മോശ ആ വടിയുമായിട്ട്, ദൈവം കൊടുത്ത വടിയുമായിട്ട് കുന്നിന്റെ മുകളിലേക്ക് കയറിപ്പോയി. ആ വടി ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനിക്കും. എന്നാൽ മോശയുടെ കൈ ബലഹീനമായി. ആ കൈ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴേക്ക് പോയി. നോക്കണേ, 5 മിനിറ്റ് പോലും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ കൈ കൊണ്ട് പറ്റത്തില്ല. അത്ര ബലഹീനമാണ് നമ്മുടെ കരം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ അറിയത്തില്ല, ഇന്ന് രാത്രി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ 5 മിനിറ്റ് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ഈ മുട്ടുമടക്കാതെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് പറ്റിയെങ്കിൽ നിങ്ങൾ എന്നെ ഫോൺ വിളിക്കണം, ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാം. കാരണം 5 മിനിറ്റ് പോലും ഒരു ബുക്ക്, ഒരു ബൈബിൾ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളെല്ലാം നോക്കിയോ, 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ബലഹീനരാണ്. മോശയുടെ കരം ആ പർവ്വതത്തിന്റെ മുകളിൽ ഉയർന്നിരിക്കുമ്പോഴൊക്കെ ഇസ്രായേൽ ജയിക്കും. അതിന് താഴേക്ക് പോകുമ്പോൾ ഇസ്രായേൽ തോറ്റു. അതുകൊണ്ട് അഹരോനും ഹൂരും കൂടെ കൂട്ടായ്മയുടെ വലങ്കൈ, പെർഫെക്റ്റ് ആയ ഫെലോഷിപ്പിന്റെ ഒരു പിക്ചറാണ്. രണ്ടുപേരും കൂടെ രണ്ട് സൈഡിൽ നിന്ന് താങ്ങി. കാരണം ഒരു കാരണവശാലും മോശയുടെ കരം താഴേക്ക് വരാൻ പാടില്ല. എന്നാൽ മോശയുടെ കരം ഉയർന്നിരിക്കുന്നതുകൊണ്ടുള്ള മാജിക് ഒന്നുമല്ല. മോശയുടെ കരത്തിന്റെ മുകളിൽ ഒരു തേജസ്സിന്റെ കരം കൂടെ ആ പർവ്വതത്തിന്റെ മുകളിൽ വെളിപ്പെടാനിടയായി തീർന്നു. അത് ചെങ്കടലിനെ വിഭജിച്ചതായ കരമാ. മിസ്രൈമിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായ കരമാ. അത് 40 വർഷം അവർക്ക് വേണ്ടി കരുതിയതായ കരമാ. നോക്കണം, ആകാശത്തെ വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവത്തിന്റെ ഭുജബലം കൊണ്ട്, നോക്കണം പറയാതെ, ദൈവത്തിന്റെ വലങ്കൈ, വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയാണ്. അതുകൊണ്ട് പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റിൽ പൗലോസ് സെനഗോഗിൽ എഴുന്നേറ്റ് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ടതിന്റെ കാരണം ദൈവത്തിന്റെ വലങ്കരം അവർക്ക് വേണ്ടി ഇടപെടുവാനിടയായിത്തീർന്നത് കൊണ്ടാണ്. നമുക്ക് വേണ്ടിയും ശക്തമായി ദൈവത്തിന്റെ കരം ചലിക്കട്ടെ എന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നോക്കണം, നല്ല 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 ഡീസെന്റ് ആയ ചില ചിന്തകളാണ് പൗലോസ് പറയുന്നത്. നോക്കി, ഒന്ന്, ദൈവം അവരെ തെരഞ്ഞെടുത്തു. ഞാൻ അവിടെ ഒരു വട്ടം കൊടുത്തിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിന്, കാരണം ദാറ്റ്സ് an action of God. 2, പ്രവാസകാലത്ത് അവരെ വർദ്ധിപ്പിച്ചു. ദാറ്റ്സ് ഓൾസോ ഡൺ ബൈ ഗോഡ്. 3, ദൈവം അവരെ പുറപ്പെടുവിച്ചു. 1, 2, 3 കേട്ടിരിക്കാനൊക്കെ നല്ല രസമുള്ള ചിന്തകളാണ്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. തിരഞ്ഞെടുപ്പും വർധനവും സസ്റ്റൈനിങ്ങും ഡെലിവറൻസ് എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. 4ാമത്തെ ആ പോയിന്റ് അത്ര സന്തോഷമുള്ള പോയിന്റ് അല്ല. നോക്കി, അതിങ്ങനെ പൗലോസ് പറയുന്നത്, മരുഭൂമിയിൽ 40 വർഷം അവരുടെ സ്വഭാവം സഹിച്ചത്. ഇത് കഴിഞ്ഞ ദിവസം രാവിലെ വായിച്ചപ്പോൾ ഞാൻ, എന്താ പൗലോസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? കാരണം 40 വർഷം മരുഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പൗലോസിന് പറയാനുണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട്? ചെങ്കടല വിവേചിച്ച കാര്യം വേണേ പറയാമായിരുന്നു. മരുഭൂമിയിൽ മന്ന കൊടുത്ത കാര്യം പറയാമായിരുന്നു. മേഘസ്തംഭത്തിന്റെ കാര്യം പറയാമായിരുന്നു. അഗ്നിസ്തംഭത്തിന്റെ കാര്യം പറയാമായിരുന്നു. പാറയിൽ വെള്ളം പുറപ്പെടുവിച്ചതിന്റെ കാര്യം പറയാമായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ സിനഗോഗിൽ ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ പൗലോസ് മറ്റൊരു ആസ്പെക്ട് കൊണ്ടുവരികയാണ്. ആസ്പെക്ട് ഇതാണ്, 40 വർഷം ഈ ജനത്തിന്റെ സ്വഭാവം ദൈവം സഹിച്ചു. നോക്കി, ഇവരെ തെരഞ്ഞെടുത്തു, ഇവരെ വർദ്ധിപ്പിച്ചു, ഇവരെ വിടുവിച്ചു, 40 വർഷം അവർക്ക് വേണ്ടി കരുതി. ആ കരുതലെല്ലാം നമുക്കറിയാം.
എന്നാൽ പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ദൈവം അവരുടെ സ്വഭാവം സഹിച്ചു. ഈ ചിന്തകളുമായിട്ട് നിങ്ങൾ നോക്കി 78-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് ഞാൻ എൻ്റെ ടെക്സ്റ്റ് മറിച്ചു. 78-ാമത്തെ സങ്കീർത്തനം, ഒരു വലിയ ലോങ് സാം. 79 എന്ന് പറയുമ്പോൾ നല്ല ഒരു 10-72 വാക്യങ്ങളുള്ള വളരെ നീണ്ട ഒരു സങ്കീർത്തനമാണ്. ആസാഫിന്റെ ഒരു ധ്യാനം എന്ന അതിന്റെ ഹെഡിങ്. എന്നാൽ ഇതിനകത്ത് അവർ പലപ്പോഴും ഈ മരുഭൂമിയിലെ ജേർണിയെ കുറിച്ചുള്ള ഈ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സൈഡാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നത് 78-ലേക്ക് വരുമ്പോഴത്തേക്കിന് യാക്കോബിന്റെ സാക്ഷ്യം ശേഷം നമ്മുടെ പിതാക്കന്മാർ തങ്ങളോട് അറിയിച്ചു, വരുവാനുള്ള തറവിൽ ജനിപ്പാൻ മക്കത്തിനെ അവർ ഗ്രഹിച്ചു. തങ്ങളുടെ ദൈവത്തിന് അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചിരിക്കുക. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും, എന്താ ദൈവം സഹിച്ചെന്നറിയാമോ? ശാഠ്യവും മത്സരമുള്ള തലമുറയായി, ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തതയുള്ള ഒരു തലമുറയായി തീർന്നു. ശാഠ്യമുള്ള, മത്സരമുള്ള, അവിശ്വസ്തതയുള്ള ഒരു തലമുറയായി തീർന്നു. നോക്കി, അവർ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. അതിന്റെ 17-ാമത്തെ വാക്യം, എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടു തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചു. അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരാൻ ദൈവത്തെ കൊണ്ട് കഴിയുമോ? അവൻ മാംസം വരുത്തി കൊടുക്കുമോ? നോക്കണം, അവർ അഗൈൻ ബാർഗൈനിങ് വിത്ത് ഗോഡ്, ഡിസ്ട്രസ്റ്റിംഗ് ഗോഡ്. ദൈവത്തെ വിരോധമായി സംസാരിക്കുന്നു. മരുഭൂമിയിൽ ശവക്കുഴിയില്ല, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ ഒരു യാത്രയ്ക്ക് പുറപ്പെടുവിച്ചത്? പിറുവിറുക്കുന്ന, ഷാഠ്യമുള്ള, മത്സരമുള്ള, ദൈവത്തെ വിശ്വസിക്കാതെ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് വേഗം അത് മറന്നു കളഞ്ഞ്, അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തെയും മറന്ന് പിന്നെയും പിറുവിറുക്കുകയും, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് അപ്പം തരാൻ കഴിയുമോ? ഇറച്ചിയും കൂടെ തരാൻ കഴിയുമോ? എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുന്നു. നോക്കി, ഇതെല്ലാം അതിന്റെ 31, 32 ഇതെല്ലാമായിട്ട് പിന്നെയും പാപം ചെയ്തു, അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചില്ല. നോക്കണം, വളരെ. എന്നിട്ട് ഇതിനകത്തെല്ലാം എങ്കിലും ദൈവം പലപ്പോഴും ക്ഷമിക്കുക. ഗോഡ് ഈസ് ഫോർഗിവിംഗ്. ദൈവം അവരോട് ക്ഷമിക്കുന്നു, അവരെ സൗഖ്യമാക്കുന്നു, ഇടയ്ക്ക് ശിക്ഷാവിധികളെ കൊടുക്കുന്നു, എങ്കിൽ പിന്നെയും ദൈവം ഫോർഗീവ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഈ പിറുവിറുക്കുമ്പോഴും മന്ന കൊടുക്കുന്നു, ഈ പിറുവിറുക്കുമ്പോഴും കാടപ്പക്ഷിയെ കൊടുക്കുന്നു, ഈ ദൈവം വളരെ, പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റാ. 40 years അവരെ സഹിച്ചു. നോക്കിയേ, ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് മുന്നോട്ടൊന്ന് മറിക്കുക. എബ്രായർ 8-ാമത്തെ ചാപ്റ്ററിലേക്ക് അവിടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. എബ്രായർ 3-ാമത്തെ ചാപ്റ്ററിൽ അവിടെ ഒരു കൊട്ടേഷൻ ഇങ്ങനെ ഉണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യം തൊട്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നതിൽ മരുഭൂമിയിൽ വെച്ച്, 40 വർഷത്തെ കാര്യമാണ്, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ നിങ്ങളുടെ ഹൃദയം കഠിനമായി, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ, നോക്കിയേ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചത് 40 ആണ്ട്, 40 years. പൗലോസ് പറയാ 40 years, എബ്രായരിൽ പറയാ 40 years. എന്നിട്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും, എന്താ പ്രവർത്തി അറിയാമോ? ഡേ ബൈ ഡേ മിറക്കിൾസ്. ചുമ്മാതെ ആഴ്ചയിൽ ഒന്നോ 2 വർഷത്തിൽ ഒരിക്കലുള്ള സാക്ഷിയൊന്നുമല്ല, ഓരോ ദിവസവും സാക്ഷ്യമാണ്. എന്താ സാക്ഷ്യം? ഇന്ന് രാവിലെ ഞങ്ങൾക്ക് മന്ന തന്നു, ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കാടപ്പക്ഷിയെ തന്നു, കഴിഞ്ഞ ആഴ്ച മാറായ മധുരമാക്കി, അതിന്റെ പിന്നത്തെ ആഴ്ച പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. അത്ഭുതകരമായ ജേണിയാണ്. എല്ലാ ആഴ്ചയും പറയാൻ സാക്ഷ്യമുണ്ട്, അത്ഭുതത്തിന്റെ സാക്ഷ്യമുണ്ട് എല്ലാ ദിവസവും. ഈ മന്ന ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല, കാടപ്പക്ഷി ഇല്ലെങ്കിൽ ഭക്ഷ്യമില്ല. ദൈവം വിശ്വസ്തയോടെ അവർക്ക് വേണ്ടി കൊടുക്കുക. എന്നാൽ അതിന്റെ നടുവിലും ഈ 40 ആണ്ട് അവർ ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തെ ശോധന ചെയ്തു, ദൈവത്തെ വിശ്വസിക്കാതെ ദൈവത്തെ റിജക്ട് ചെയ്തു. നോക്കിയേ, എന്നിട്ട് പറയുക, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. ദാറ്റ് ഇസ് വെരി ക്രൂഷ്യൽ. ഞാനത് വായിച്ച് വളരെ ഭയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദൈവത്തിന് അവരോട് നീരസമുണ്ടായെന്ന് അവിടെ എഴുതിയിരിക്കുക. അത് നമ്മളെ വിളിച്ച, വേർതിരിച്ച, നമ്മളെ വർദ്ധിപ്പിച്ച, നമുക്ക് വേണ്ടി കരുതി നമ്മളെ നടത്തുന്ന ദൈവത്തിന് നമ്മളോട് നീരസം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സോ പതറ്റിക്. നമ്മളെല്ലാം അങ്ങനെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പരാജയങ്ങൾ, എത്രയോ കുറവുകൾ, എത്രയോ പ്രാവശ്യം അവിശ്വസ്തതകൾ. ഞാൻ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ എൻ്റെ ലൈഫ് നിങ്ങൾക്ക് അറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 89 കർത്താവിനെ വിളിച്ചെങ്കിലും ഞാൻ വീട്ടിലെ സാഹചര്യങ്ങൾ നിമിത്തം സെമിനാറിലേക്ക് പോകുന്നത് 98-ലാണ്. 9 വർഷം ഡിലേ ആക്കി. എന്നാൽ അതിൻ്റെ ഇടയ്ക്കെല്ലാം അവിശ്വസ്തകളും കുറവുകളും ഇഷ്ടം പോലെ.
അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തകൾ ഇഷ്ടം പോലെ കാണുമ്പോഴും ഒരു സൈഡിൽ എന്റെ ജീവിതത്തിലെ ഒരുപാട് പരാജയങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പരാജയങ്ങൾ. പലപ്പോഴും ഈ മിസ്രൈം മക്കളെ പോലെ അവിശ്വസിക്കുകയും നിരാശപ്പെടുകയും തോൽവി അടയുകയും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ ഒരു സൈഡിൽ കാണുമ്പോൾ വേഗത്തിൽ അതെല്ലാം മറന്നു കളഞ്ഞ് പിന്നെയും ആ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തെ വിശ്വസിക്കാതെ പിറുപിറുക്കുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു എന്നെ കേൾക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില വളവുകളിലും തിരിവുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയും ദൈവം നമ്മുടെ സ്വഭാവമൊക്കെ സഹിച്ച് നോക്കണേ, നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട്, തന്റെ പുത്രന്റെ ചോരയാൽ കഴുകിയത് കൊണ്ട്, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയുണ്ട്, പരിശുദ്ധാത്മാവിനെ നൽകി തന്ന ഇതെല്ലാം സഹിച്ച് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നമ്മുടെ സ്വഭാവത്തെ സഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പെർഫെക്റ്റ് ആയ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്വഭാവം. പലപ്പോഴും നമ്മുടെ സ്വഭാവം കർത്താവിന്റെ സ്വഭാവം തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. നമ്മുടെ ഈഗോയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ആ വഴങ്ങാത്ത സ്വഭാവങ്ങളും ഒക്കെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന പോലെ വചനം ധ്യാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വളരാനും പ്രയോജനപ്പെടാനും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നോക്കണം, ഇതെല്ലാം വലിയ പ്രോബ്ലംസ്. നമ്മൾ ചിന്തിക്കുന്നത് കള്ളുകുടി അങ്ങനെയുള്ള വലിയ പാവങ്ങൾ മാത്രമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരളവോളം വളരുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പാൻ, ക്രിസ്തുവിന്റെ സ്വഭാവം ധരിപ്പാനൊക്കെ ഉള്ള വലിയ ചലഞ്ചസ് ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുക. എന്നാല് ഇതിനെല്ലാം നടുവിൽ ദൈവത്തിന്റെ വിശ്വാസം നാം ഒരാഴ്ച അനുഭവിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആർദ്രത അനുഭവിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട്. ദൈവം നമ്മളെ നടത്തുകയാണ്. എന്നാൽ പൗലോസ് പറയാ, ഈ മന്നായോ പാറയിലെ വെള്ളമോ മാറാ മധുരമാക്കി ഒന്നുമല്ല. പൗലോസ് പറയാ 40 വർഷം അവന്റെ സ്വഭാവത്തിൽ. ഞാനിത് വായിച്ചപ്പോൾ പലപ്പോഴും ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചില് ഈ പെസഹയൊക്കെ വന്നപ്പോ ഞാൻ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഭാഗമൊക്കെ വായിച്ചപ്പോ അത് യോഹന്നാൻ 13. എന്നാല് ലൂക്കോസ് 22 ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവിടെ എന്നറിയാമോ, കർത്താവ് ഇങ്ങനെ കാല് കഴുകാൻ പ്ലാൻ ഇടുകയും അവർക്ക് പെസഹ ഒരുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വലിയൊരു ഡിബേറ്റ് നടക്കുക, ശിഷ്യന്മാരുടെ വലിയൊരു ഡിബേറ്റ്. ആ ഡിബേറ്റിന്റെ വിഷയം ക്രൂശോ പുനരുദ്ധാനമോ ഒന്നുമല്ല. ആ ഡിബേറ്റിന്റെ വിഷയം ദൈവരാജ്യമോ ദൈവസ്നേഹമോ ആ സുവിശേഷമോ ഒന്നുമല്ല ആ വിഷയം. അവരുടെ സ്ട്രോങ് ഡിബേറ്റ് ഞങ്ങളുടെ കൂടെ ഈ 12 പേരിനകത്ത് ആരെയാണ് ഏറ്റവും വലിയവനെന്ന് എണ്ണേണ്ടതാണ് ആ വിഷയം. തോമസ് ആണോ വലുത്, പീറ്റർ ആണോ വലുത്, ജോൺ ആണോ വലുത്, അതോ ബർത്തിലോമയാണോ വലുത്? ഇത് ഭയങ്കര സ്ട്രോങ് ഡിബേറ്റാ. കർത്താവ് സീരിയസ് ആയിട്ട് ക്രൂശിലേക്ക് പോവുക, കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുക, കർത്താവ് ഉയർത്തെഴുന്നേക്കാൻ പോവുക, പിതാവിന്റെ പ്രോജക്റ്റ് എല്ലാം നിവർത്തിക്കാൻ ഗതസമനിലേക്ക് പോകാൻ പോവുക. അപ്പോൾ ഈ അന്ത്യ അത്താഴത്തിന് സമയത്തുള്ള സ്ട്രോങ് ഡിബേറ്റ് ആണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയാ. ഞാൻ വിചാരിക്കുക ആ സ്വഭാവമൊക്കെ കർത്താവ് സഹിച്ചു. ഇനി ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ പാർട്ടി എല്ലാം വലയെല്ലാം എടുത്തുകൊണ്ട് 7 പേര് മീൻ പിടിക്കാൻ പോയി. അതും സഹിച്ച്. അത് സഹിച്ച മാത്രമല്ല, അവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച്. നോക്കണേ, ഒരു ടീച്ചർ എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ ഈ പഠിപ്പിക്കുന്ന പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് ഉണ്ടാകുന്ന ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നാൽ കർത്താവിനും അവരോട് നടന്ന താൻ അവരെ സഹിക്കുകയും അവരെ പഠിപ്പിക്കുകയും 40 ദിവസം പിന്നെയും ചെയ്യപ്പെട്ട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ബേസിൽ എമ്മോസിലേക്ക് പോയ 2 പേരുടെ കൂടെ നടന്നു. പത്രോസിന് ഉൾപ്പെടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു, തൊട്ടു നോക്കാൻ പറഞ്ഞു, ക്ലാസ് എടുത്തു, ഭക്ഷണം കഴിച്ചു കാണിച്ചു, പിന്നെയും പറഞ്ഞു. അപ്പോഴവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ, ഈ കാലത്തിലാണോ ഞങ്ങൾക്ക് രാഷ്ട്രം യഥാസ്ഥാനപ്പെടുത്തി തരുന്നത്? അവിടെ കർത്താവ് പറഞ്ഞു, ഇപ്പോഴൊന്നും അല്ല, പിതാവ് സ്വന്തം. ഇതെല്ലാം പറഞ്ഞ് ഇവര് തിരിയുന്നത് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഈ പുനരുദ്ധാനവും പരിശുദ്ധാത്മ സ്നാനവും കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാകുന്നത്. നോക്കണം, നമ്മുടെ മണ്ണിന്റെ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ മണ്ണിന്റെ അടുത്ത സ്വഭാവം കൊണ്ട് പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നില്ല. എന്നാല് നമ്മുടെ സ്വഭാവമൊക്കെ സഹിച്ച് ദൈവം നമ്മളെ അനുദിനം നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവ് തന്റെ ശിഷ്യന്മാരെ നടത്തിയതുപോലെ എങ്കിലും നാം പിറുപിറുക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് അതെല്ലാം ക്ഷമിച്ച് എങ്കിലും നമുക്ക് വേണ്ടി കരുതി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന നമ്മളെ വീണ്ടെടുത്ത ആ വിശ്വസ്തത വലുതായതുകൊണ്ട് നമുക്ക് വേണ്ടി ചെങ്കടലിനെ വിഭജിച്ച് മാറായ മധുരമാക്കി വലിയ കനാനിലേക്ക് ദൈവം നമ്മളെ നടത്തുന്ന അവന്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നൊക്കെ പൗലോസിന്റെ പുസ്തകം മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് ആ ദേശം അവർക്ക് വിഭജിച്ചു കൊടുത്തു. എന്നിട്ട് താട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിടുക. രാജാവിനെ ചോദിച്ചു, ബെന്യാമിൻ ഗോത്രക്കാര കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു. അടുത്ത സ്റ്റേറ്റ്മെന്റ് അവനെ നീക്കി. ഞാൻ വളരെ സാഡായ ഒരു സ്റ്റേറ്റ്മെന്റാ പൗലോസിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ശൗലിനെ നീക്കി. എന്നിട്ട് ദാവീദിനെ രാജാവായിട്ട് വാഴിച്ചു. അതിന്റെ
നേരെ ഓപ്പോസിറ്റിന്റെ ബൈബിളിൽ 36, 35, 36 ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയിൽ ശുശ്രൂഷ ചെയ്തു. ശൗല് തെറ്റിച്ചു. ദൈവം ആവർത്തിച്ചു പറഞ്ഞിട്ടും ശൗല് കേട്ടില്ല. അതുകൊണ്ട് ശൗലിനെ നീക്കി. എന്നിട്ട് ദാവീദിനെ അവർക്ക് രാജാവായിട്ട് കൊടുത്തു. എന്നിട്ട് ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ ശരിമല്ല, തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ശരിമല്ല. ഇന്ന് ഈ തലമുറയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ പുതിയ നിയമ വെളിപ്പാടിനനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിശ്വസ്തയോടും പരമാർത്ഥതയോടും നമ്മളെ ആക്കിയിരിക്കുന്ന റിജോയ്സ് ഫെലോഷിപ്പ് ചർച്ചിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന, ദൈവത്തിന് നമ്മുടെ ഓഫീസിലും നമ്മുടെ കൂട്ടുകാരുടെ മധ്യത്തിലും നമ്മുടെ റിലേറ്റീവ്സിന്റെ നടുവിലൊക്കെ കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമായ ഒരു വ്യക്തിയായി നമ്മൾ മാറി ദാവീദിനെ പോലെ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥന. ആ പ്രസംഗം തീരുമ്പോഴിങ്ങനെയാണ്. ഞാൻ ആ ഭാഗങ്ങളെ കുറെ സ്കിപ്പ് ചെയ്തു. അതൊക്കെ എന്റെ താഴെ വരുമ്പോൾ 42ാമത്തെ വാക്യം. പ്രസംഗം എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ, പള്ളി വിട്ടു പോകുമ്പോൾ അവര് പറഞ്ഞു പിറ്റേ ശബത്തിലും വരണം. അപ്പൊ ഈ ആഴ്ചത്തെ ഉപദേശിയുടെ പ്രസംഗം ഇഷ്ടപ്പെട്ടു. അവര് ഇതുവരെ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. പൗലോസിന്റെ ക്ലാസ്സാ, ഒരു 2 മണിക്കൂറെങ്കിലും പൗലോസ് പ്രസംഗിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അവരുടെ ശബത്ത് കേട്ട് ഇതുവരെ കേൾക്കാത്തൊരു മെസ്സേജ് ഒക്കെ അവർ കേട്ടു. അപ്പൊ നോക്കണം, അവർ പറഞ്ഞു അടുത്ത ശബത്തിലും വരണം. സാധാരണ ഒരു പാസ്റ്റർ ചെന്നാൽ ഇനി മേലാൽ ഇതിൽ വരരുതെന്ന് പറഞ്ഞാൽ വിടുന്നത്. എന്നാൽ ഇവരോട് അങ്ങനെയല്ല, ഇനി അടുത്ത ആഴ്ചയിലും ഞങ്ങളുടെ ചർച്ച വരണം എന്ന് പറഞ്ഞ് അവർ വിടുക. നോക്കി, അവരെ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികൾ, ഞാൻ പറഞ്ഞല്ലോ ജാതികളുടെ ഭാഗത്ത് വന്നവരാ, പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? അവർ രക്ഷിക്കപ്പെട്ടെന്ന് അതിന്റെ അർത്ഥം. ആ സിനഗോഗ് 2 കഷ്ണമായി. നോക്കണം, ഇതാണ് പൗലോസിനെ പ്രസംഗം പിടിച്ചാലുള്ള കുഴപ്പം. ഇത് ആ ഒരൊറ്റ സിനഗോഗ് 2 പീസായി. അവിടെ ഒരു ചർച്ച് സ്ഥാപിക്കപ്പെട്ടു. അപ്പം ആ കൂടെ കുറച്ചു പേര് പൗലോസിനെ അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. നോക്കണമേ, ആ ഒരു പ്രസംഗത്തെ ദൈവം ശക്തമായി, ആ പിസിദ്ധ്യൻ അന്ത്യോക്യയിലെ സിനഗോഗിലെ പ്രസംഗത്തെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ആ സുവിശേഷം അനേകർ അംഗീകരിച്ചു. അവര് കേട്ടു. നോക്കണേ, അടുത്ത വാക്യം. പിറ്റേ ശബത്തിൽ, ഒരാഴ്ചക്ക് ശേഷമാണ്, പട്ടണം മുഴുവൻ, വീട്ടിൽ പോയവരെല്ലാം വിളിച്ച്, ആൾക്കാരെല്ലാം വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അടുക്കൽ ഒരു റബായി വന്നിട്ടുണ്ട്. വളരെ നന്നായിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് അറിയാവുന്ന ആളാണ്. നന്നായി ദൈവകൃപയിൽ ആശ്രയിച്ച് പഠിപ്പിക്കുന്ന. അടുത്ത ആഴ്ച അയലക്കാരെ എല്ലാവരും വിളിച്ചോണ്ട് വന്നുകൊണ്ട് സിനഗോഗിലും വെളിയിലും എല്ലാം ഭയങ്കര ആളായി. യഹൂദന്മാർക്ക് ഇത് കണ്ടിട്ട് അസൂയ കൊണ്ട് ഭയങ്കര പ്രശ്നമായി. എന്നാൽ പൗലോസ് 48ാമത്തെ വാക്യം. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അനേകർ വിശ്വസിച്ചു. ചിലർ എല്ലാവരും വിശ്വസിച്ചു. താഴെ വരുമ്പോഴത്തേക്ക് അതിന്റെ ലാസ്റ്റ് ഭാഗം, അവര് പ്രമാണിമാരെയും മാന്യ സ്ത്രീകളെയൊക്കെ കൂട്ടി ബർന്നബാസിനെയും പൗലോസിനെ നേരെ ഉപദ്രവിച്ചു. അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. നോക്കണമേ, ആ സുവിശേഷം അവർ പ്രസംഗിച്ച മെസ്സേജ് ഒരുപാട് ആളുകൾ സ്വീകരിച്ചു. എന്നാൽ കുറച്ച് ആളുകൾ തിരസ്കരിച്ചു. അവർ ചെയ്തതെന്നറിയാമോ? കർത്താവിന്റെ കൽപ്പനയാ. കാലിലെ പൊടി അവരുടെ നേരെ കുടഞ്ഞു കളഞ്ഞു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും റിജക്ട് ചെയ്താൽ വഴക്കിനൊന്നും നിൽക്കണ്ട, കാലിലെ പൊടി അവരുടെ നേരെ കുടഞ്ഞു കളഞ്ഞിട്ട് അവർ പോയി. ശിഷ്യന്മാർ, ആ ചാപ്റ്റർ ലൂക്കോസ് അവസാനിപ്പിക്കുന്ന, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. നോക്കണേ, ഒന്ന്, രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാകുന്നത് രക്ഷയുടെ സന്തോഷമാണ്. ഫിലിപ്പോസ് പോയി ശമര്യ പട്ടണത്തിൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്ന, നമ്മുടെ വീടുകളിൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന രക്ഷയുടെ സന്തോഷമാണ്. രക്ഷയുടെ സന്തോഷം. ഇന്ന് രാത്രിയിൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ എന്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിലും ഈ പരിശുദ്ധാത്മാവിനുള്ള ദൈവത്തിന്റെ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത, ഒരു മനുഷ്യനും ഒരു ഉപദ്രവത്തിനും ഒരു സംവിധാനങ്ങൾക്കും ചോർത്തിക്കളയാൻ കഴിയാത്ത, ബാങ്കിലെ ബാലൻസ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാലുള്ള ദൈവ സന്തോഷത്തിനായിട്ട് ചോദിക്കുന്നത് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട അവർക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകയാണ്. അവരെല്ലാം ആത്മസ്ഥാനം പ്രാപിച്ചു. ആ പിസിദ്ധ്യൻ അന്ത്യോക്യയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെടുവാനിടയായി തീർന്നു. സുവിശേഷം അവിടെ എത്തി. അനേകർ കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ അനുഗമിക്കാനിടയായി. നോക്കണേ, ഈ പാസേജ് നമ്മൾ പറയുന്നതാണ് യഹൂദന്റെ സ്റ്റോറി, അബ്രഹാമിന്റെ സ്റ്റോറി ദൈവത്താല ആരംഭിച്ചത്, ദൈവത്താല നടത്തപ്പെട്ടത്, അത് വർദ്ധിപ്പിച്ച ദൈവമാണ്. അവരെ വീഴ്വിച്ച ദൈവമാണ്. അവർക്ക് ദേശം വിഭജിച്ചു കൊടുത്ത ദൈവമാണ്. അവരുടെ സ്വഭാവം സഹിച്ച ദൈവമാണ്. രക്ഷിതാവായ യേശുവിനെ കൊടുത്ത ദൈവമാണ്. ദാവീദിനെ തന്റെ ഹിതത്തിന്റെ ആലോചന ശുശ്രൂഷ ചെയ്യാൻ നിയോഗിച്ച ദൈവമാണ്. നോക്കണം, ഈ സ്റ്റോറി മുഴുവൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, കർത്താവിനോട് ചേർന്ന് നടന്നാൽ, നമുക്ക് വേണ്ടി തന്റെ
തന്റെ ഭുജബലം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. തന്റെ ഹിതപ്രകാരം നമ്മളെ നടത്തുവാൻ ദൈവം മതിയായവനാ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ ദൈവം വിശ്വസ്തനാ. നമ്മെ തെരഞ്ഞെടുത്ത ദൈവം അക്കരെ ചെല്ലുന്നിടം വരെ നമ്മളെ സൂക്ഷിപ്പാൻ മതിയായവനായ ദൈവമാ. അവന്റെ വൻ കൃപയിൽ ഇന്ന് രാത്രി നമുക്ക് ചാരാം. പാട്ടുകാരൻ പറഞ്ഞത്, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ആ ദൈവകൃപയിൽ ഞാൻ, അപ്പൊ പാടിയ പാട്ടാ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. നല്ല കർത്താവിനെ പിൻപറ്റി ജീവിപ്പാൻ ദൈവമായ കർത്താവ് റിജോയ്സിലെ എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രസാദ പാസ്റ്റർ കുടുംബത്തിനും കൂടെ ഒരു വന്ദന അറിയിച്ചുകൊണ്ട്, കർത്താവിന്റെ ദാസൻ സണ്ണി പാസ്റ്റർ ഞാൻ ഓർക്കുന്നു, മറ്റു പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന എല്ലാവർക്കുമായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുന്നത് നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ദൈവം നമ്മളെ തരണം.